ഇന്നത്തെ റെസിപ്പി ഡോട്ടർ ഇൻ ലോ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അതെ, നിങ്ങൾ തമ്മിലിൽ കണ്ട ഡോട്ടർ ഇൻ ലോ ഞാൻ തന്നെയാണ്. ഇതെൻ്റെ റെസിപ്പി. അങ്ങനെയാകുമ്പോൾ ഞാനല്ലേ ഇത് പറയണ്ടേ. ഓക്കെ, സോ വെൽക്കം യു ഓൾ ടു ആസ്പ്ര വ്ളോഗ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ഇഞ്ച് ഇഞ്ചി, 4 സവാള. ഇടിക്കല്ലുണ്ട് എങ്കിൽ ഇടിക്കല്ലിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കുക. ഇടിക്കല്ലിലിട്ട് ഇടിക്കുന്നതിൻ്റെ സ്വാദൊന്ന് വേറെയാ. ഏത് ഇല്ലെങ്കിൽ മിക്സ് ചെയ്യാലും മതി. ഗാർണിഷ് ചെയ്യാൻ ആവശ്യത്തിന് നട്ട്സും മുന്തിരി, അത് ആവശ്യത്തിന് എത്ര വേണോ ആകാം. ഇനി നേരത്തെ എടുത്തു വെച്ച സവാള അത് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ടൊമാറ്റോ നമ്മുടെ പുളിക്കനുസരിച്ച്. ബിരിയാണിക്ക് വേണ്ടി 500 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം 1 നാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞിടുക. 1 ടേബിൾ സ്പൂണോളം വരും. എന്നിട്ട് നന്നായി ഇളക്കുക. ശേഷം കുക്കർ അടയ്ക്കുക. അടച്ചതിന് ശേഷം 1 വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക. 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. അതിനുശേഷം 1 വയനയില, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം കറുവാപ്പട്ട, 1 കഷ്ണം ജാതിപത്രി, ഇവയെല്ലാം ചേർത്ത് വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വാർത്ത് വെച്ചിരുന്ന അരി പതുക്കെ പതുക്കെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ ഉപയോഗിച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള എന്നിവ വറുത്ത് കോരി മാറ്റിവെക്കുക. ഒരു പാൻ എടുക്കുക. അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചത് ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 3 സവാള നന്നായി സ്ലൈസ് ചെയ്തരിഞ്ഞത് ഇടുക. ചിക്കൻ കറിക്കൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. മധുരം ആഗ്രഹിക്കുന്നവർക്ക് പഞ്ചസാര ഇടാം, ഇല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം നന്നായി സവാള വഴറ്റുക. സവാള വഴറ്റിയതിന് ശേഷം 1 തക്കാളി നമ്മൾ എടുത്തു വെച്ചിരുന്നത് ചെറുതായി അരിഞ്ഞ് സവാളയുടെ കൂടെ ചേർക്കുക. അത് നന്നായി വഴറ്റുക. രണ്ടും നന്നായി വഴന്നു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് പുളിക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, ആവശ്യത്തിന് പുളിയും കിട്ടും. അതിനുശേഷം നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്യുക. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ്റെ വെള്ളം വന്നു അത് വറ്റി ഒരു 1/4 ഭാഗം വറ്റുന്നത് വരെ ചിക്കൻ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ലിഡ് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ വെള്ളം ഇറങ്ങി ആ വെള്ളം വറ്റി ഒരു 1/4 ഭാഗമാകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ മാറ്റി വെച്ചിരുന്ന റൈസ് ഇടാൻ തുടങ്ങുകയാണ്. റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ലെയർ റൈസ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്നും കാണാൻ പാടില്ല. ആ രീതിയിൽ
നമ്മൾ ഫുള്ളായിട്ട് റൈസ് കവർ ചെയ്യുക. കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗാർണിഷിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോള, പിന്നെ കുറച്ച് നെയ്യ്, അതിനുശേഷം നമ്മുടെ നട്ട്സും മുന്തിരിയും ഒക്കെ ഇടുക. നിങ്ങൾക്ക് എത്ര റൈസ് ഉണ്ടോ അത്രയും ലെയർ, എത്രയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ വലുപ്പം അത്രയും ലെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഇടാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. ഗാർണിഷ് ചെയ്യുക, നെയ്യ് ഒഴിക്കുക, മല്ലിച്ചപ്പിടുക, പിന്നെയും നട്ട്സും മുന്തിരിയും സവോളയും എല്ലാം അതിൻ്റെ മേലെ ആഡ് ചെയ്ത് ഇടുക. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് അതിനെ അടച്ച് നമ്മൾ ദം ചെയ്യത്തില്ലേ, ദം ചെയ്യുന്നതിന് പകരമാണ് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ലിഡ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മല്ലിച്ചപ്പൊക്കെ ഏറെക്കുറെ ഒന്ന് വാടിയൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലയും റൈസും കൂടെ കുറച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാം. ബിരിയാണി റെഡി. വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ബിരിയാണിയുടെ കൂടെ അതിൽ നോക്കിയാൽ കാണാം ജിഞ്ചർ മിൻറ്റ് ലൈമും കൂടെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത്, എല്ലാവരും ട്രൈ ചെയ്യുക. ബിരിയാണിയുടെ ഒപ്പം കുറച്ച് സാലഡും പിന്നെ ഒരു ജിഞ്ചർ മിൻറ്റ് ലൈമും കൂടെ ആയാൽ അതാണ് കോമ്പിനേഷൻ. ഒരു ഡേറ്റ്സ് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഫിഷ്. ജിഞ്ചർ മിൻറ്റ് ലൈമിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.